നമുക്ക് ഇന്ന് കലോത്സവം കാണാൻ പോയാലോ? ആക്ച്വലി കലോത്സവം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയാം. എന്നിട്ട് നമ്മൾ ആദ്യം തൃശ്ശൂർ പുളിമൂട്ടിൽ സിൽക്സിൽ പോയി കുറച്ച് ഡ്രസ്സസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കലോത്സവം കാണാൻ പോയത്. അപ്പോൾ കണ്ട ഏറ്റവും രസകരമായ കാഴ്ച ഇതാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത്. പിന്നെ അവിടെ കണ്ട സ്വാപ്പ് ഷോപ്പാണ്. എനിക്ക് ആ ഒരു ആശയം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കലോത്സവം വേദി ഒന്ന് സൂര്യകാന്തിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കുമ്പോൾ മീഡിയയുടെ ഒരുപാട് വണ്ടികളും അതേപോലെ തന്നെ അവരെ അഹോരാത്രം പണിയെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. 24/7 അവരുടെ വർക്ക് ഹാറ്റ്സ് ഓഫ്. പിന്നെ ഈ കുട്ടികളൊക്കെ കണ്ടു. ഞങ്ങൾ വേദി ഒന്നിൽ കുച്ചിപ്പുടി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പെട്ടെന്ന് തന്നെ പോകുന്നു ഞങ്ങൾ. പിന്നെ ഫ്ലവർ ഷോ നടക്കുന്നതെന്ന് അറിഞ്ഞ് അവിടെയും കയറി. ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇനി ഒത്തിരി വരാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ച് പിന്നെ അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം പിന്നെ എനിക്ക് ഇതായിരുന്നു. അവതാറിൻ്റെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക, സൂപ്പറായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ മാത്രമല്ല ഇത്, അതേപോലെ ആൻറ്റി ഡ്രഗ് സെഷനാണത്. ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ബുക്ക് സ്റ്റോള്, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് ഷോപ്പ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ് ഒരു നാറൂട്ടോണി, അതുപോലെ തന്നെ ഒരു റൊണാൾഡോണി. പിന്നെ ഫുഡ് മുഖ്യം പിക്കില്ലേ, ഫുഡില്ലാണ്ട് എന്ത്. പിന്നെ ഇഷ്ടമുള്ളൊരു പൊട്ടാറ്റോ ട്വിസ്റ്റേഴ്സ് മേടിക്കാൻ പോയതാണ്, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഇതാണ് മേടിച്ച നാറൂട്ടോ. പിന്നെ ലാസ്റ്റ് രാത്രി ആകുനെ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കസർലപ്പാനിന്ന് എന്തോ ഒരു ഐറ്റം, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പേര്, പക്ഷേ കസർലപ്പാനിന്ന് നമുക്ക് കിട്ടത് യൂബി ഗ്രിൽസിൻ്റെ ടിഷ്യൂ പേപ്പറായിരുന്നു. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഡ്രസ്സിനകത്തുണ്ടാകുന്ന ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അവൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. നല്ല ദിവസമായിരുന്നു. താങ്ക് യു.